കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിമർശന വിധേയരല്ലാത്ത ആരുമില്ല. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മുതൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി വരെ വിമർശനത്തിന് വിധേയമാക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു പിന്നെ ജനാധിപത്യ സൗകര്യങ്ങൾ കൂടി ഒരുക്കിയിട്ടുള്ള ഒരു കേന്ദ്രീകരണമാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വം. ആ ലെനിനിസ്റ്റ് സംഘടനാ തത്വത്തിൽ വിമർശിക്കാൻ പറ്റാത്തവരാരുമില്ല. ആരെയും വിമർശിക്കട്ടെ. ഇപ്പോൾ സേതു പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് ഓരോ മാധ്യമങ്ങളുടെയും ഈ യോഗങ്ങൾക്കകത്തുള്ള ലേഖകന്മാരാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരുടെ കൃതികളും ചില യാഥാർത്ഥ്യങ്ങളും ചില കൃതികളും ഒക്കെ കൂടിയായിരിക്കും വരുന്ന വാർത്തകൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനേക്കാൾ ഉപരിയായി CPI മാത്രമല്ല CPM ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആത്മപരിശോധനയ്ക്കും വിമർശനത്തിനും സ്വയം വിമർശനത്തിനും സഹിഷ്ണുതയോടെ കേൾക്കാനും തയ്യാറാകേണ്ട ഒരു ഘട്ടമാണ്. ആ പ്രക്രിയയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. ആ പ്രക്രിയ കേവലമായ ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല, ആ പ്രക്രിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ രക്ഷിക്കാനാണ്. അതുവഴി കേരളത്തിൻ്റെ ജനാധിപത്യ ബോധത്തെ രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ്, കേരളത്തിൻ്റെ അവകാശങ്ങളെ കൂടി രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ ആ പ്രവർത്തനത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. CPI ഉറപ്പായിട്ടും ആ ബോധ്യത്തിലാണ് നിൽക്കുന്നത്.